കൊള്ളാം. പാതിരാത്രി അവന്റെ അവളുടെ ഒരു റൊമാൻസ് ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അയ്യോ, ഗ്യാസ് ഓഫ് ചെയ്തില്ല. ഇളയമ്മയുടെ പോക്കിലെന്തോ പന്തികേടുണ്ടല്ലോ. ഈശ്വര, ഇത് ഇളയമ്മ കണ്ടല്ലോ. അവരാണെങ്കിൽ അത് കുഴപ്പാക്കും ചെയ്യും. എന്തൊക്കെ ഒരു വഴി. സത്യം പറയാലോ കല്യാണി, നാവും കൂടി ഇറങ്ങിപ്പോകുന്ന രുചി അതിന്. അതിന്റെ കൂടെ നിന്റെ കൈപുണ്യം കൂടി ആയപ്പോ സൂപ്പർബ്. എങ്ങോട്ട് പോയേ? ചൂട് കൊണ്ട് വച്ചിട്ടു. ഗംഗ, ഗംഗ, ഞാനാ അരവിന്ദ്. ഒന്ന് പുറത്തേക്ക് വരുമോ? അരവിന്ദ് എന്താ ഈ പാതിരാത്രിയില്? എന്റെ വയറ് നിറഞ്ഞു. ഇനി നീയും കൂടെ കഴിക്കുന്നത് കണ്ടാലേ എന്റെ മനസ്സ് നിറയും. നീ വാ, നിനക്ക് ഞാൻ ദോശ ഇട്ടുതരാം. അയ്യോ വേണ്ട വല്യുഞ്ഞെ. വാ കല്യാണി. അയ്യോ വല്യുഞ്ഞെ, നടക്ക്. വല്യുഞ്ഞെ ആരെങ്കിലും കാണും. എന്താ അരവിന്ദ്, എന്തിനാ ഈ പാതിരാത്രിയിൽ വന്ന് തട്ടി വിളിച്ചത്? എന്തേലും പറയാനുണ്ടെങ്കിൽ രാവിലെ പറഞ്ഞാൽ മതി. അരവിന്ദ് പോകാൻ നോക്ക്. അത് ഒരു മിനിറ്റ്, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാ. ഇപ്പൊ തന്നെ പറയണം. എന്താ അത്യാവശ്യ കാര്യം? അതെ, ഇന്ന് മുതൽ ബ്രോയുടെ എല്ലാ കാര്യം ശ്രദ്ധിക്കണമെന്നേ അമ്മ ഗംഗയെ ചുമതലപ്പെടുത്തിയതല്ലേ? അതെ. അതിനിപ്പോ എന്ത് പറ്റി? എന്ത് പറ്റീന്ന? എന്ത് ഉത്തരവാദിത്തമില്ലാതെ നിങ്ങൾ ഗംഗ കാണിക്കുന്നേ? ബ്രോയ്ക്ക് അവിടെ കല്യാണി ദോഷം ഇട്ടോണ്ടിരിക്കുക. അതിന്റെ ഒരു ഗംഗ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് നല്ല വിശപ്പ്. ചൂട് ദോശ വേണം. നല്ല ചൂടോടെ ദോശക്കല്ലിന്ന് ഇളക്കി തരുന്ന ദോശ എനിക്ക് വേണ്ടത്. വാ, വന്ന് ചുടുതാ. എനിക്ക് നല്ല തലവേദന കാരണം ടാബ്ലറ്റ് കഴിച്ച് ഉറങ്ങാൻ കിടന്നതാ. പകുതി ഉറക്കത്തിൽ എഴുന്നേറ്റത് കൊണ്ട് വീണ്ടും തലവേദന കൂടി. ഹോട്ട് ബോക്സിലുള്ളത് വേണ്ടെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യും പ്ലീസ്. പ്രശ്നം അതല്ല. ബ്രോയ്ക്ക് കല്യാണി ദോഷം ഇട്ട് കൊടുക്കണത് ഇളയമ്മ കണ്ടിട്ടുണ്ട്. അതിപ്പൊ തന്നെ അമ്മയെ വിളിച്ച് പറയും. അമ്മ അറിഞ്ഞാലുള്ള പുകിലൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഗംഗയോടുള്ള സ്നേഹം കൊണ്ടുവന്നൊന്നുമല്ല. ഈ പാതിരാത്രി തൃച്ചംബരത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ച് വന്നതാണ്. അതെ, അമ്മയുടെ വാക്ക് ധിക്കരിക്കുന്നവരെ അമ്മ തൃച്ചംബരത്ത് വെച്ച് ഉറപ്പിക്കാറില്ല, അറിയല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെങ്കിലേ ഇളയമ്മ ചെന്ന അമ്മയെ കൂട്ടി കിച്ചണിലേക്ക് കൂട്ടി വരുന്നതിന് മുമ്പേ ഗംഗ കിച്ചണിലേക്ക് ചെല്ലേ. അമ്മ വരുമ്പോഴേ ഗംഗയാണ് ബ്രോയ്ക്ക് ദോശ ചുട്ടുകൊടുത്തതെന്ന് വിചാരിച്ചു. എന്റെ ഗംഗയെ ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞു തന്നത്. താല്പര്യമുണ്ട് ഇയാൾ കേട്ടാ മതി. താങ്ക്സ്. ഓക്കെ. ഇളയമ്മ, നിങ്ങൾ വെക്കുന്ന വേലകളൊന്നും ഇക്കാര്യത്തിൽ ഫലിക്കാൻ പോകുന്നില്ല.
ആരാണോ? വിലാസിനിയോ? എന്തമ്മ രാത്രിയില് അമ്മ എന്ത് ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നേ? വിലാസിനിയുടെ ഒരു മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല. അതമ്മ ഇളയമ്മ എങ്ങാനും ഉറക്കത്തിൽ കൈതട്ടി വന്ന കോളായിരിക്കും. അത്യാവശ്യമാണ് ഈ വെറുതെ മിസ് കോൾ അടിക്കേണ്ട കാര്യമുണ്ടോ? അരവിന്ദ്, എന്ത്? അത് കൈതട്ടി വന്ന കോളൊന്നുമല്ല. ഞാൻ അഖിലേച്ചിയെ വിളിച്ചത് തന്നെയാ. നീ എന്തിനാ വെറുതെ മിസ് കോൾ അടിച്ചത്? ചേച്ചി താഴേക്ക് ഇറങ്ങി വന്ന് നോക്ക്. അപ്പം മനസ്സിലാകും ഞാൻ എന്തിനാ മിസ് കോൾ അടിച്ചെന്ന്. എന്തത്? എന്താ അഖിലേ, എന്തു പറ്റി? വിലാസിനി എന്തോ. വാ എല്ലാരും വാ. എന്താണ് കാര്യം? ഗംഗേ, നീ എന്തെവിടെ? അല്ല, നീ എപ്പോ ഇവിടെ വന്നു? ആനന്ദിന് വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ദോശ ചുട്ടു കൊടുത്തോണ്ടിരിക്കായിരുന്നു. വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചു. ഇങ്ങനെ വേണം ആനന്ദിന്റെ കാര്യങ്ങൾ നോക്കാൻ. എനിക്ക് വലിയ സന്തോഷമായി. താങ്ക് യു ആന്റി. ഇതിനാണോ നീ മിസ്ഡ് കോൾ അടിച്ച് എന്റെ ഉറക്കം കളഞ്ഞത്? അയ്യോ, കല്യാണി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതാ. കല്യാണിയോ? അതെ, അതാ ഞാൻ ചേച്ചിക്ക് മിസ് കോൾ അടിച്ചത്. ഇവളിവിടെ എപ്പോഴാ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ, ഇളയമ്മയ്ക്ക് എന്തോ ഉറക്കപ്പിച്ച് തോന്നിയതാ. ഗംഗയെ കണ്ടപ്പോ കല്യാണിയാണ്. അല്ല ചേച്ചി, ഞാൻ കണ്ടത് കല്യാണിയാണ്, ഗംഗയെ അല്ല. ഈ വിലാസിനി ആന്റിയുടെ കാര്യം ഇവരെല്ലാം നശിപ്പിക്കും. ഇവളെവിടെ പോയി ഒളിച്ചു? ഞാനൊന്ന് നോക്കിട്ട് വരാം. പോയി.
ഇവിടെ ഒളിച്ചു നിന്നാ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നീ? വാടി ഇവിടെ. വാ. ആഹാ. വാടി ഇങ്ങോട്ട്. വാജൻ ഒളിച്ചു നിൽക്കുന്നവള്. വാ. ഇപ്പൊ എന്തായി ചേച്ചി? കണ്ടില്ലേ, ഒളിച്ചു നിക്കായിരുന്നു. കള്ളി, പേരും കള്ളി. കല്യാണി, മാഡം, നീ ഈ രാത്രിയിൽ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ഞാൻ പറയാമേ. ഞാൻ ഗംഗയെ വിളിച്ച് എനിക്ക് വിശക്കുന്നു, ദോശ ചുട്ടു തരണമെന്ന് പറഞ്ഞു. അപ്പോ ഗംഗ പറഞ്ഞു അവളെ കൊണ്ട് പറ്റില്ല, അവൾക്ക് തലവേദന എടുക്കുന്നുവെന്ന്. ഗത്യന്തരമില്ലാതെ ഞാൻ കല്യാണിയെ ഫോണിൽ വിളിച്ചു. കല്യാണി വന്ന് എനിക്ക് ദോശ ഉണ്ടാക്കി തന്നു. ആനന്ദിന്റെ കാര്യം നോക്കണമെന്ന് ഞാൻ നിന്നെ പറഞ്ഞേൽപ്പിച്ചതല്ലേ? എന്നിട്ട് നീ എന്താ കാണിച്ചത്? അവന് വിശക്കുന്നു പറഞ്ഞപ്പോ തലവേദനയാണെന്നോ? ഇത് എവിടുത്തെ മര്യാദയാ? ചേച്ചി അതായിക്കോട്ടെ, ഗംഗ ചെയ്തത് തെറ്റാ. ചേച്ചി പറഞ്ഞത് അവൾ അനുസരിക്കണമായിരുന്നു. പക്ഷേ ഇവള് ഈ നേരത്തെ ഇവിടെ എന്തിനു വന്നു? അത് ശരിയാണോ? ചോദിക്കേ. അത് മാത്രല്ല, ഇവൾ എന്തിനാ ഒളിച്ചിരുന്നേ? അതിലെന്തോ കള്ളത്തരം ഉണ്ട്. ഉത്തരം ഞാൻ പറയാമേ. കല്യാണിയെ ഒളിപ്പിച്ചിരുത്തിയത് ഗംഗ. അമ്മ വരുമ്പോ ഗംഗയാണ് എനിക്ക് ദോശ ചുട്ടു തരുന്നുവെന്ന് കാണിച്ച് അമ്മയുടെ മുന്നിൽ നല്ലവളായി ചമയാൻ. കല്യാണിയുടെ നല്ല മനസ്സുകൊണ്ടാ അവൾ അങ്ങനെ ചെയ്തത്. ഗംഗയ്ക്ക് അമ്മയുടെ മുന്നിൽ നല്ല പേര് കിട്ടട്ടെ എന്ന് കരുതി അവള് പോയി ഒളിച്ചിരുന്നത്. നിനക്ക് തലവേദനയാണെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അവന് ദോശ ഞാൻ ചുട്ടുകൊടുക്കുമായിരുന്നു. ആ പേരിൽ നല്ല പേരെടുക്കാനുള്ള അവളുടെ നാടകം. നിന്നോട് എനിക്ക് ക്ഷമിക്കാനാവില്ല. നോക്ക്, ഇതെന്റെ ലാസ്റ്റ് വാർണിംഗാ. ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവാൻ ഉദ്ദേശമെങ്കിൽ ഇനി ഇത് ആവർത്തിച്ചാൽ ഈ വീട്ടിൽ ഇനി നീ ഉണ്ടാവില്ല. ഓർമ്മിച്ചോ? അമ്മയില്ലാതെ വളർന്ന പെണ്ണല്ലേന്ന് കരുതി അല്പ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമ്പോ അത് ചൂഷണം ചെയ്യരുത് നീ. എനിക്ക് വിശക്കുന്നു, ദോശ വേണമെന്ന് ആനന്ദ് വിളിച്ചു പറഞ്ഞ ഏത് പാതിരാത്രിയാണെങ്കിലും നീ എഴുന്നേറ്റ് ഓടി ഇങ്ങ് വരുവോ? ആ സമയത്തൊരാണ് വിളിച്ച പ്രായപൂർത്തിയായ ഒരു പെണ്ണിറങ്ങി വരുന്നത് സാധ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ കൊടുക്ക്. ബൗണ്ടറിക്ക് മുകളിലൂടെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോകുന്ന സിക്സർ തന്നെ കൊടുക്ക്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കല്യാണി. ആ പരിധികൾ ലംഘിക്കുന്നത് നല്ലതിനല്ലാന്ന് നീയും ആലോചിച്ചു. പോ. മാച്ച് സൂപ്പർ. അഖിലേച്ചിയുടെ സിക്സർ സ്റ്റേഡിയം കഴിഞ്ഞ് അങ്ങ് പുറത്തു പോയല്ലോ.
ആന്റി ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആന്റി. കാര്യം അറിയാതെ കുറ്റപ്പെടുത്തല്ലേ ഗംഗെ. ഞാൻ നിന്നെ മോശപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല, ആ അടുക്കളക്കാരിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. അഖിലാന്റി വന്നപ്പോ ഞാൻ ആനന്ദിന് ദോശ എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ആന്റി കണ്ടതാ. അവരത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു ചതി. ഞാൻ അഖിലാന്റിയുടെ മുന്നിൽ നല്ല പേരെടുക്കാൻ നോക്കിയപ്പോ അത് ആന്റി നശിപ്പിച്ചു. ഒരു കാര്യമില്ലാതെ ആ അടുക്കളക്കാരിയെ തേടി പിടിച്ച് അഖിലാന്റിയുടെ മുന്നിൽ ഇട്ടുകൊടുത്ത് എന്നെ വെറുതെ നാണം കെട്ടി. ഗംഗെ, പാതിരാത്രിക്ക് കാമുകനെ തേടി വന്ന ആ അടുക്കളക്കാരിയെ കൈയോടെ പിടിച്ചു കൊടുത്തില്ലേ? അതിലും വലുതാണോ നിനക്ക് കിട്ടുന്ന നല്ല പേര്? പിന്നെ അല്ലേ, ഞാനും ആനന്ദം തമ്മിൽ നല്ല ടേംസിലാണെന്ന് അഖില വിശ്വസിച്ചപ്പോ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി ആന്റി ഇത് നശിപ്പിച്ചില്ലേ? അഖിലയുടെ മുമ്പിൽ നിനക്കൊരു നല്ല പേര് കിട്ടുന്നതിലുപരി ആ അടുക്കളക്കാരിയെ എങ്ങനെയാ അടിച്ചു പുറത്താക്കണം, അതിന് കിട്ടിയ സന്ദർഭം ഞാൻ പ്രയോഗിച്ചത്. ശരി, നീ പറഞ്ഞതാണ് ശരി. അങ്ങനെയാണെങ്കിൽ ആനന്ദ് നിന്നെ വിളിച്ച് ദോശ വേണമെന്ന് പറഞ്ഞപ്പോ നീ അപ്പോഴേ പോയി ദോശ ചുട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഗംഗെ, ഏതർത്ഥത്തിൽ നോക്കിയാലും നമുക്ക് അനുകൂലമായിട്ടാ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. നീ നന്നായിട്ട് ആലോചിച്ച് നോക്കിയാൽ നിനക്കത് മനസ്സിലാവും. ഇനി ഒരു പാതിരാവിലും കല്യാണി ആനന്ദിനെ തേടി ഇവിടെ വരില്ല. മാത്രമല്ല, അഖിലയുടെ ഉള്ളിലെ കനലൊന്ന് ആളിയിട്ടും ഉണ്ടാവും. സോറി ആന്റി, ഞാൻ അത്ര ചിന്തിച്ചില്ല. ആന്റി ചെയ്തതാ ശരി. സോറിയൊന്നും വേണ്ട, നമ്മൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്കാ നീങ്ങുന്നത്. നല്ല നല്ല തർക്കങ്ങളാ നല്ല നല്ല തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അത് നിന്റെ ചേച്ചിക്കറിയാം, നാഗമടത്തെ പ്രിയങ്കയ്ക്ക്.